CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാവിനെ അനുസ്മരിച്ച് നാട്. സ്വജീവിതം കൊണ്ട് സത്യത്തിന്റെയും അഹിംസയുടെയും സർവ്വനന്മകളുടെയും സന്ദേശവാഹകനായി ലോകത്തിനു മുൻപിൽ സ്വയം അടയാളപ്പെടുത്തിയ ഗാന്ധിയുടെ ജന്മദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ നാട് ആഘോഷിച്ചു. ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന സന്ദേശവുമായി മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന് ഗാന്ധി ജയന്തി ദിനത്തിൽ സംസ്ഥാനത്ത് തുടക്കം. നാടെങ്ങും ശുചീകരണ പ്രവർത്തികൾ നടന്നു. പൊതുയിടങ്ങൾ മാലിന്യമുക്തമാക്കാൻ വിവിധയിടങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളോടെ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ തുടരും. പ്രസിദ്ധമായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പെരുന്നാൾ ആഘോഷത്തിന് വർണ്ണാഭമായ തുടക്കം. ആയിരങ്ങളാണ് മുത്തപ്പന്റെ അനുഗ്രഹം തേടി പഴഞ്ഞിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ആവേശം തീർത്ത് മിനി പെരുന്നാൾ ആഘോഷവും ഗജസംഗമവും. CCTV പ്രാദേശികം ചാനലിലൂടെ പെരുന്നാൾ ആഘോഷം തത്സമയം ആസ്വദിക്കാം. വാർത്തകൾ വിശദമായി. മഹാത്മാവിനെ അഭിമാനത്തോടെ സ്മരിച്ച് ലോകം. ഇന്ത്യ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ദിനമാണ് ഒക്ടോബർ 2. സ്വജീവിതം കൊണ്ട് സത്യത്തിന്റെയും അഹിംസയുടെയും സർവ്വനന്മകളുടെയും സന്ദേശവാഹകനായി ലോകത്തിനു മുന്നിൽ സ്വയം അടയാളപ്പെടുത്തിയ ഗാന്ധിയുടെ ജന്മദിനം ഭാരതീയരുടെയെല്ലാം അഭിമാനത്തിന്റെയും ആത്മഹർഷത്തിന്റെയും ആഘോഷദിനം കൂടിയാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചത്. ദക്ഷിണാഫ്രിക്കയിലെ ഒരു അഭിഭാഷകനായിരുന്ന അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ഇന്ത്യൻ ജനതയെ മുന്നിൽ നിന്ന് നയിച്ചു. അഹിംസയും സത്യവുമായിരുന്നു അദ്ദേഹത്തിന്റെ വഴി. സഹന സമരങ്ങളിലൂടെ നേടിയെടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ ലോകരാഷ്ട്രങ്ങൾ പോലും അത്ഭുതത്തോടെയാണ് കാണുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ മുന്നണി പോരാളിയായിരുന്ന അദ്ദേഹം ലോകത്തിനു മുന്നിൽ അഹിംസയുടെയും സത്യാഗ്രഹത്തിന്റെയും പുതിയ പാത തുറന്നുകൊടുത്തു. അതുകൊണ്ടുതന്നെ ഗാന്ധി ജയന്തി ദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആചരിക്കുന്നു. പ്രവൃത്തികളിലൂടെ ജനങ്ങൾക്ക് അദ്ദേഹം മഹാത്മാഗാന്ധിയായി, കുട്ടികളുടെ പ്രിയപ്പെട്ട ബാപ്പുജിയായി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ ഗാന്ധി നൽകിയ സംഭാവനകൾ ഇന്നും ഓരോ ഇന്ത്യൻ പൗരനും സ്മരിക്കുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുത്തൻ വഴി വെട്ടിത്തുറക്കുകയായിരുന്നു. അഹിംസയെ തന്റെ സമരായുധമാക്കിയായിരുന്നു ഗാന്ധിയുടെ യുദ്ധം. ദണ്ഡിയാത്ര, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയവയുടെ അമരത്ത് ഗാന്ധിയുണ്ടായിരുന്നു. ഗാന്ധിയുടെ സമരമാർഗങ്ങളെല്ലാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാതയിലെ സംഭാവനകളായിരുന്നു. ന്യൂസ് ഡെസ്ക് CCTV. ഗാന്ധി ജയന്തി ദിനത്തിൽ നാടെങ്ങും ശുചിത്വ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മാലിന്യ കൂമ്പാരം പടികടത്തിയതിന്റെ ആശ്വാസത്തിലാണ് കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 5-ാം വാർഡിലെ ജനപ്രതിനിധിയും പ്രദേശവാസികളും. വർഷങ്ങൾക്ക് മുൻപ് മാലിന്യ കൂമ്പാരമായിരുന്ന ഇടം ആരെയും ആകർഷിക്കുന്ന പൂന്തോട്ടമാക്കി മാറ്റിയാണ് ശുചീകരണ യജ്ഞത്തിന്റെ പുതിയ മാതൃക തീർത്തിരിക്കുന്നത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ കൂനമുച്ചിയിൽ നിന്ന് മറ്റത്തേക്ക് പോകുന്ന റോഡിൽ നെബുല കമ്പനിയുടെ മുൻവശത്തായി റോഡരികിലാണ് സ്ഥിരം മാലിന്യ നിക്ഷേപം നടത്തിയിരുന്നത്. വർഷങ്ങളായി തുടർന്നു വന്നിരുന്ന മാലിന്യം തള്ളലിനെതിരെ പഞ്ചായത്ത് ഭരണസമിതിയും ആരോഗ്യവകുപ്പും പലപ്പോഴും രംഗത്ത് വരികയും ചെയ്തിരുന്നു. മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് ബോർഡുകൾ സ്ഥാപിച്ചെങ്കിലും മാലിന്യം വലിച്ചെറിയുന്നത് നിർബാധം തുടരുകയായിരുന്നു. നിലവിലെ ഭരണസമിതി അധികാരത്തിലെത്തിയ ശേഷം വാർഡ് മെമ്പറായ PK അസീസ് നടത്തിയ ഇടപെടലുകളാണ് മാലിന്യ കേന്ദ്രത്തെ പൂന്തോട്ടമാക്കിയതിന് പിന്നിലുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, വൈസ് പ്രസിഡന്റ് NS ധനൻ എന്നിവരുമായി നടത്തിയ ചർച്ചകളെ തുടർന്ന് സഹ്യാദ്രി ബയോലാബ്സിന്റെ മാനേജിംഗ് ഡയറക്ടറായ സിദ്ധാർത്ഥൻ മൂത്തേടത്തുമായി സംസാരിക്കുകയും പൂന്തോട്ടം തയ്യാറാക്കാൻ അദ്ദേഹം സഹായം വാഗ്ദാനം ചെയ്യുകയുമായിരുന്നു. ഏകദേശം 2 വർഷത്തിലേറെയായി നല്ല രീതിയിൽ വ്യത്യസ്തമായ ചെടികൾ വെച്ചുപിടിപ്പിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നതിന് സിദ്ധാർത്ഥന്റെ സഹായ സഹകരണം ലഭിക്കുന്നുണ്ടെന്ന് വാർഡ് മെമ്പർ PK അസീസ് പറഞ്ഞു. ഏറ്റവും കൂടുതൽ പരാതിപ്പെട്ടിരുന്ന ഒരു പ്രദേശമാണ്. കാരണം മൊന്ത പിടിച്ചിരുന്ന ഈ പ്രദേശത്ത് നിരന്തരം മാലിന്യ കൂമ്പാരം തന്നെയായിരുന്നു. ഉജാലയുടെ നേതൃത്വത്തിൽ സഹ്യാദ്രിയുടെ MD സിദ്ധാർത്ഥനെ സമീപിക്കും. പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കാൻ ആവശ്യമായ ചെടികൾ ആളെ നേതൃത്വത്തിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കും. 2 മാസം കൂടുമ്പോൾ നിരന്തരം പണിക്കാരെ വെച്ചുകൊണ്ട് അതിനാവശ്യമായ വളം, അപ്പോൾ ആളെ സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് വെള്ളം അടിച്ചുകൊണ്ട് നനയ്ക്കൽ, ഇത്രയും മനോഹരമായ രീതിയിൽ ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് സിദ്ധാർത്ഥേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഈ സഹ്യാദ്രിയാണ്. അപ്പോൾ ഏറ്റവും കടപ്പാട് നമുക്കറിയാം ഈ സഹ്യാദ്രിയോട്. നമുക്കറിയാം ഈവനിങ് സമയത്ത് ഒരു പാർക്ക് പോലെ ആളുകൾക്ക് വന്നിരിക്കാനുള്ള ഇരിപ്പിടം ഒരുക്കാനും അങ്ങനെ ഓപ്പൺ ജിം പോലുള്ള കാര്യങ്ങൾ ഉപകാരപ്രദമായ രീതിയിൽ നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കാലത്ത് മൂക്കുപൊത്താതെ പോകാൻ കഴിയാതിരുന്ന മേഖലയിലൂടെ ഇപ്പോൾ കടന്നുപോകുമ്പോൾ മനസ്സിന് കുളിർമയുള്ള വർണ്ണക്കാഴ്ചയൊരുക്കി പൂക്കളും ചെടികളും തലയാട്ടി നിൽക്കുന്നതാണ് കാണാനാവുക. ഓപ്പൺ ജിം, സായാഹ്നങ്ങൾ ചിലവഴിക്കുന്നതിനുള്ള വിനോദങ്ങൾ എന്നിവ സജ്ജമാക്കുന്നതിനും പഞ്ചായത്ത് പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട്. CCTV ന്യൂസ്, കേച്ചേരി.
വിവിധയിടങ്ങളിലായി നടന്ന ഗാന്ധി ജയന്തി ആഘോഷത്തിന്റെയും മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെയും വിശദമായ വാർത്തകൾ ഈ ബുള്ളറ്റിൻ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. പ്രസിദ്ധമായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പെരുന്നാൾ ആഘോഷത്തിന് വർണ്ണാഭമായ തുടക്കം. ആയിരങ്ങളാണ് മുത്തപ്പന്റെ അനുഗ്രഹങ്ങൾ തേടി പഴഞ്ഞിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ബുധനാഴ്ച വൈകിട്ട് പെങ്ങാമുക്ക് പള്ളിയിൽ നിന്നുള്ള പദയാത്രയെ പള്ളിയിൽ സ്വീകരിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പരിശുദ്ധ എൽദോമാർ ബസേലിയോസിന്റെ തിരുശേഷിപ്പ് പെങ്ങാമുക്കിൽ നിന്ന് മുട്ടുകുത്തിക്കൊണ്ടുവന്നാണ് പള്ളിയുടെ ത്രോണോസിൽ സ്ഥാപിച്ചത്. ഇതിന്റെ സ്മരണയിലാണ് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്ന് പഴഞ്ഞി കത്തീഡ്രലിലേക്ക് പദയാത്ര നടത്തിയത്. വൈകിട്ട് പള്ളിയിൽ മെത്രോപൊലിത്തമാരുടെ കാർമ്മികത്വത്തിൽ സന്ധ്യാനമസ്കാരം നടന്നു. തുടർന്ന് കൊടിയും കുരിശും വാദ്യമേളങ്ങളുമായി അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം എന്നിവ ഉണ്ടായി. രാത്രി ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകളും നടന്നു. വ്യാഴാഴ്ച രാവിലെ 6 മണിക്ക് പഴയ പള്ളിയിൽ വിശുദ്ധ കുർബാനയും 7:30 പുതിയ പള്ളിയിൽ 3-5 വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും. ഉച്ചയോടെ ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് പള്ളിയിലെത്തി സമാപിക്കും. വൈകിട്ട് 4 അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം നടക്കും. തുടർന്ന് 10,000 പങ്കെടുക്കുന്ന പൊതുസദ്യയും ഉണ്ടാകും. പെരുന്നാളിനെ വികാരി ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, ട്രസ്റ്റി സന്തോഷ് CJ, സിൻഡോ കെ ഷിമോൻ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. CCTV ന്യൂസ് പെരുമ്പിലാവ്. പഴഞ്ഞി പള്ളി പെരുന്നാളിന് മുന്നോടിയായി നടന്ന ഗജസംഗമം ആവേശകരമായി. പെരുന്നാളിന് വിവിധ കമ്മിറ്റിക്കാർ ഏൽപ്പിച്ച ആനകളാണ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഗജസംഗമത്തിൽ അണിനിരന്നത്. വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ ആനകളെ കമ്മിറ്റിക്കാർ വാദ്യമേളങ്ങളുമായി ഗ്രൗണ്ടിലേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന ആവേശമാർന്ന ഗജസംഗമത്തിൽ 30ഓളം ആനകൾ അണിനിരന്നു. ബുധനാഴ്ച രാത്രി വിവിധ ഭാഗങ്ങളിൽ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ നടക്കും. പഴഞ്ഞി പെരുന്നാളിന്റെ ഭാഗമായി യങ്സ് ആഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 24ാമത് കാരുണ്യ സദസ്സ് സംഘടിപ്പിച്ചു. AC മൊയ്തീൻ MLA കാരുണ്യ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങൾക്ക് ഒട്ടും മങ്ങലേൽക്കാതെ സഹജീവികളോടുള്ള കരുതലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളും പഴഞ്ഞിയിലെ യങ്സ് പെരുന്നാൾ ആഘോഷ കമ്മിറ്റിയെ വേറിട്ടതാക്കുന്നു എന്ന് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. തീർച്ചയായും പെരുന്നാളിന്റെ ആഘോഷങ്ങൾക്കായി തങ്ങളോടൊപ്പമുള്ള ആളുകളെ പരിഗണിക്കേണ്ടവരെ കാണാനും അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പെരുന്നാളിൻ്റെ ഈ ആഘോഷങ്ങൾക്കിടയിലും മറക്കാതെ ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുക. വയനാട് നമ്മുടെ മനസ്സിലൊരു ദുഃഖമായിട്ട് ഇപ്പോഴും നിൽക്കുക. നൂറുകണക്കിന് ആളുകൾ മരിച്ചുപോയ ഒരു പ്രദേശത്തെ സംരക്ഷിക്കാൻ അതിനാവശ്യമായിട്ടുള്ള നിങ്ങളുടെ സഹായം തന്നതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. യങ്സ് പ്രസിഡന്റ് BK ഡെന്നി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യങ്സ് രക്ഷാധികാരി ഷാജു സൈമൺ വയനാടിന്റെ പുനർനിർമ്മാണ ഫണ്ടിലേക്ക് യങ്സിന്റെ ധനസഹായം MLAക്ക് കൈമാറി. പെൻഷൻ വിതരണം കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സന്തോഷ് നിർവഹിച്ചു. സിനി ആർട്ടിസ്റ്റ് നോബി മാർക്കോസ് ലാപ്ടോപ്പ് വിതരണവും ചികിത്സാ സഹായ വിതരണം സിനിമാ ഗാനരചയിതാവ് BK ഹരിനാരായണനും അരി വിതരണം ഫുട്ബോൾ ഇതിഹാസം IM വിജയനും നടത്തി. മേഖലയിൽ നിന്ന് +2 വിജയം കൈവരിച്ചവരെ ജോപോൾ അഞ്ചേരിയും ബിനു അടിമാലിയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ, വാർഡ് മെമ്പർമാരായ KT ഷാജൻ, ബബിത ഫിലോ, പഴഞ്ഞി പള്ളി വികാരി ജോൺ ഐസക്, മങ്ങാട് പള്ളി വികാരി സൈമൺ വാഴപ്പള്ളി, മരത്തംകോട് പള്ളി വികാരി സക്കറിയ കൊള്ളന്നൂർ, പഴഞ്ഞി പള്ളി ട്രസ്റ്റി സന്തോഷ്, ബിജു ജോബ, സലിം T സൈമൺ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പെരുന്നാളിന്റെ ഭാഗമായി മിനി പെരുന്നാൾ ആഘോഷിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാനമസ്കാരത്തിന് ശേഷം 25ഓളം പ്രാദേശിക പെരുന്നാൾ ആഘോഷ കമ്മിറ്റികളുടെ വാദ്യഘോഷങ്ങളോടുള്ള എഴുന്നള്ളിപ്പുകൾ പള്ളിയിലെത്തി സമാപിച്ചു.
മറ്റു വാർത്തകൾ. മാറഞ്ചേരി പുറങ്ങ് മാറാമുറ്റത്ത് ബൈക്ക് കത്തിയ നിലയിൽ കണ്ടെത്തി. ചീർപ്പ് പാലത്തിനടുത്ത് ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടുകൂടിയാണ് സംഭവം. മാറാമുറ്റം സ്വദേശി പുക്കയിൽ വീട്ടിൽ ജംഷീറിന്റെ ബൈക്കാണ് കത്തിയ നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന വാഹനം റോഡിലേക്ക് കൊണ്ടുവന്നാണ് കത്തിച്ചത്. ലഹരി മാഫിയാണ് സംഭവത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. രാത്രി 9 മണിയോടെ പടിഞ്ഞാറ്റുമുറി എന്ന സ്ഥലത്ത് തമ്പടിക്കാൻ വന്ന ചിലരെ ജംഷീറും നാട്ടുകാരും ചേർന്ന് ചോദ്യം ചെയ്ത് പറഞ്ഞയച്ചിരുന്നു. ഇതിന്റെ വിരോധമാണ് സംഭവത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പെരുമ്പടപ്പ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. 1 മണിയൊക്കെ ആയി വീട്ടിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ. അന്നേരം ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് അറവിൻ്റെ പണിയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോഴാണ് വണ്ടി കത്തുന്നത്. അപ്പോൾ ഓന് ഇതിൻ്റെ മുന്നേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ തന്നെ ഒന്നിരിക്കലും വണ്ടി അല്ലെങ്കിൽ അന്നെ കാച്ചു എന്നുള്ള പൂളും എന്നുള്ള വാക്കാണ്. ഇതിൻ്റെ ഇന്നലെ തന്നെ രാത്രിയിൽ കുറേ വാളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ പിന്നെ വീട്ടിൽ വന്നിട്ട് വീട്ടിന്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ തല്ലി പൊട്ടിച്ച് ഞാനങ്ങനെ വണ്ടിയിൽ സ്വാഭാവികമായിട്ട് നമ്മളെ വീട്ടിൽ വന്ന് വണ്ടി വെച്ച് ഞാൻ വീട്ടിൽ കയറി ചോറൊക്കെ തിന്ന് കിടന്നുറങ്ങി. എന്റെ പൈസ ഉണ്ടായി അതിൽ 75,000 രൂപ ചന്തക്ക് കൊടുക്കേണ്ട പൈസ. ആ പൈസ ഉണ്ടായി അതിൽ വെക്കിലുണ്ടായി. അത് മൊത്തം കത്തി. ഞാൻ 3 മണിക്ക് അലാറം വെച്ചിട്ട് എണീച്ച് നോക്കുമ്പോൾ വണ്ടി നിന്ന് കത്തിട്ടിരിക്കാം. അപ്പൊ എന്താ അതെന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ല. അപ്പോഴാണ് പിന്നെ ഈ വിഷയത്തിന്റെ ഇതിലേക്ക് ഞാൻ നോക്കുമ്പോൾ അവരെ ആ ചെക്കന്മാരിൽ നിന്ന് 100% ഉറപ്പായി മക്കൾ. അങ്ങനെ ഞാൻ പോലീസുകാർക്ക് വിളിച്ച് കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞു. വയോജന ദിനത്തിന്റെ ഭാഗമായി കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ചൊവ്വന്നൂരിലെ സാന്ത്വന പരിചരണ കേന്ദ്രത്തിലെ 2 മുറികളിലേക്ക് ശീതീകരണ സൗകര്യത്തിനുള്ള എയർ കണ്ടീഷനുകളും ടെലിവിഷനും സമ്മാനിച്ചു. പാലിയേറ്റീവ് പരിശീലനം ലഭിച്ച നഴ്സുമാരുടെ പരിചരണത്തിൽ കിടപ്പിലായ 20ഓളം വയോജനങ്ങളെ സംരക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ സാന്ത്വനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നഗരസഭാ കൗൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ ഉപകരണങ്ങൾ കൈമാറി. ഷമീർ ഇഞ്ചിക്കാലയിൽ, സക്രിയ ചീരൻ, ഡജോ ചീരൻ, പി സതീഷ് കുമാർ, EMK ജിഷാർ, ഗിൽബർട്ട് എസ് പാറമേൽ, ജസ്റ്റിൻ പോൾ ചെറുവത്തൂർ, ജിനീഷ് നായർ, KV സാംസൺ എന്നിവർ സംസാരിച്ചു. കൂത്തുപറമ്പ് സമര പോരാളി പുഷ്പന്റെ നിര്യാണത്തിൽ ഡിവൈഎഫ്ഐ കാട്ടകമ്പാൽ മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ അനുസ്മരണ യോഗം നടത്തി. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് ചിറക്കൽ സെന്ററിൽ മേഖലാ ട്രഷറർ അനുമോൻ സി തമ്പിയുടെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ഡിവൈഎഫ്ഐ മുൻ വില്ലേജ് സെക്രട്ടറിയും CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗവുമായ TC ചെറിയാൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മേഖലാ സെക്രട്ടറി VS ലെനിൻ, CPM കാട്ടകമ്പാൽ ലോക്കൽ സെക്രട്ടറി VK ബാബുരാജ്, KSKTU വില്ലേജ് സെക്രട്ടറി സന്തോഷ് കൊളത്തേരി, കർഷക സംഘം മേഖലാ സെക്രട്ടറി KA അനിൽകുമാർ, ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗം KK ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. ജപ്പാൻ ഷോട്ടോക്കാൻ കരാത്തെ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും ചൂണ്ടൽ ലയൺസ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്റർ സ്റ്റേറ്റ് ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് കുന്നംകുളത്ത് നടന്നു. കരാത്തെ ചാമ്പ്യൻഷിപ്പിന്റെയും ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെയും സംയുക്ത ഉദ്ഘാടനം കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാൻ നിർവഹിച്ചു. നമ്മുടെ കുട്ടികളെ അടി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വയലന്റ് ആവാനല്ല പഠിപ്പിക്കുന്നത്, വയലൻസ് അല്ല പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ ഏറ്റവും വലിയ അച്ചടക്കം, സ്വന്തം ശരീരത്തെയും ഫിറ്റ്നസിനെയും സ്നേഹിക്കാനുള്ള ഒരു മനസ്സ്, അതിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും അതുപോലെ തന്നെ സ്വന്തം ശരീരം സംരക്ഷിച്ച് ഈ ഗെയിമിന് അനുസൃതമായിട്ട് അതിനെ നിലനിർത്താനുമുള്ള ഒരു ത്വര, അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സെൻസായി PK സുനിൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ നിർമ്മാതാവും പ്രവാസി വ്യവസായിയുമായ നെൽസൺ ഐപ്പ്, ആയോധന കലാരംഗത്ത് 45 വർഷത്തെ സേവനമനുഷ്ഠിച്ച PI നെൽസൺ എന്നിവരെ ജപ്പാൻ കരാത്തെ അസോസിയേഷൻ ഇന്ത്യയുടെ റഫറി കൗൺസിൽ സെക്രട്ടറി സെൻസായ് ഷാജലി ചെറുവത്തൂർ പൊന്നാടയണിച്ചും ഉപഹാരം സമ്മാനിച്ചും ആദരിച്ചു. CCTV ന്യൂസ് കോർഡിനേറ്ററും മാധ്യമപ്രവർത്തകനുമായ ജോസ് മാളിയക്കൽ, ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ആർദ്ര ഫൗണ്ടേഷൻ ഡയറക്ടർ ഷബീദ എന്നിവർ മുഖ്യാതിഥികളായി. JSKA റഫറി കൗൺസിൽ സെക്രട്ടറി ഷാജലി ചെറുവത്തൂർ, മലപ്പുറം ഇൻസ്ട്രക്ടർ മുഹമ്മദ് സാലിഹ് എന്നിവർ സംസാരിച്ചു. ചാമ്പ്യൻഷിപ്പിൽ കേരള, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി 1000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിൽ UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ മാറ്റുരച്ചു. ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായിരുന്നു മത്സരങ്ങൾ നടന്നത്. CCTV ന്യൂസ് കുന്നംകുളം. സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിലും പഴയ ബസ് സ്റ്റാൻഡിലും വിദ്യാർത്ഥികളുടെയും നഗരസഭാ ഹരിതകർമ്മ സേനയുടെയും നേതൃത്വത്തിലാണ് ഫ്ലാഷ് മോബ് ഒരുക്കിയത്.
നഗരസഭയിൽ 25ഓളം ഹരിതകർമ്മ സേനാംഗങ്ങളും കിഴൂർ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളും ബോധവൽക്കരണത്തിലൂന്നിയ നൃത്തവിരുന്നിന് നേതൃത്വം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, T സോമശേഖരൻ, പ്രിയ സജീഷ്, കൗൺസിലർമാരായ MV വിനോദ്, പുഷ്പ മുരളി, ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി P ജോൺ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ PA വിനോദ്, A രഞ്ജിത്ത്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ MS ഷീബ, S രശ്മി, വിഷ്ണു PS സജീഷ് എന്നിവർ നേതൃത്വം നൽകി. തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക്നിക്കൽ ഫെസ്റ്റ് വൈവിധ്യ 2024-2025 ഒക്ടോബർ 4-5 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യുവ എഞ്ചിനീയറിംഗ് മനസ്സുകളിൽ ശാസ്ത്രീയവും സാങ്കേതികവുമായ താൽപര്യം സൃഷ്ടിക്കുന്നതിനായി ഡിപ്ലോമ, ബിടെക്, എംടെക്, MCA വിദ്യാർത്ഥികൾക്കായി ആകർഷകമായ സമ്മാനങ്ങളുമായി വിദ്യാ ആവിഷ്കാർ പ്രോജക്ട് എക്സ്പോയും പേപ്പർ അവതരണം, ഫ്ലക്സ് ഫോറം, ഐഡിയത്തോൺ, സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നവയുഗ പ്രോജക്ട് എക്സ്പോ, കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ സെസ്ട്രോയ് ദി ഡെസിബൽ, സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ വാസ്തത്വ, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷന്റെ ലിഗ്റോബോട്രിക്സ് തുടങ്ങിയവ ഫെസ്റ്റിലെ ആകർഷണങ്ങളാണ്. ഒക്ടോബർ 5-ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കാർ ബൈക്ക് പ്രേമികൾക്കായി അഗ്നിചക്രയും, എലക്സ്പയർ, അദ്വൈത എന്നിവയും സാങ്കേതിക വൈദഗ്ധ്യത്താലും അത്യാധുനിക ആശയങ്ങളും നിറഞ്ഞ വേദിയാകും. സംസ്ഥാനത്തെ വിവിധ സാങ്കേതിക സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എന്നിവയിൽ നിന്ന് 15,000-ലധികം പേർ ഫെസ്റ്റിൽ പങ്കെടുക്കും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വൈവിധ് കൺവീനർ M കൃഷ്ണകുമാർ, ജോയിന്റ് കൺവീനർ ജൂസി വറീദ്, മീഡിയ കൺവീനർ MS സുരഭി, വിദ്യാർത്ഥികളായ TV അഖിൽ, സൗരവ്, നീരജ്, അദ്വൈത്, ജിസിമോൾ എന്നിവർ പങ്കെടുത്തു. ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് വൈവിധ്യ 24-25 ഈ വരുന്ന ഒക്ടോബർ 4-5 ദിവസങ്ങളിൽ നടക്കുന്നതാണ്. അപ്പോൾ വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ 7 ഡിപ്പാർട്ട്മെന്റുകൾ, 6 ബിടെക് ബ്രാഞ്ച്, 1 PG MCA ബ്രാഞ്ച്, അതായത് സിവില്, മെക്കാനിക്കല്, ട്രിപ്പിളി, ECE, AML, കമ്പ്യൂട്ടർ സയൻസ്, MCA, അങ്ങനെ 6 ബിടെക് ബ്രാഞ്ചുകളും 1 MCA ഉൾപ്പെടെ 7 ബ്രാഞ്ചുകൾ സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ഈ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റിൽ വിവിധ ടെക്നിക്കലായിട്ടുള്ള കൾച്ചറലായിട്ടുള്ള ഇവന്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഇവന്റ്സ് എന്ന് പറയുന്നത് പ്രൊജക്ട് എക്സ്പോ, സ്കൂൾ സ്റ്റുഡൻസിനുള്ളത്, അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസിനുള്ള, പോളിടെക്നിക് സ്റ്റുഡൻസിനുള്ള പ്രൊജക്ട് എക്സ്പോ, അതുപോലെ തന്നെ പേപ്പർ പ്രസന്റേഷൻ, അതുപോലെ തന്നെ ഐഡിയാത്തോൺ, വളരെ ആകർഷണീയമായുള്ള രീതിയിൽ നമ്മൾ പ്രൈസ് മണിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെയും ശതാബ്ദി ആഘോഷ സംഘാടക കമ്മിറ്റിക്കെതിരെയും അപകീർത്തികരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് സ്കൂൾ PTA യോഗം പ്രസ്താവനയിൽ അറിയിച്ചു. സുതാര്യമായിട്ടാണ് സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചത്. സംഘാടക സമിതി രൂപീകരണ യോഗവും ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനവും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും നാട്ടുകാരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും അറിയിക്കുവാൻ പരമാവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു. അസംബന്ധമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്കൂളിന്റെ സൽകീർത്തിക്കെതിരെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് സ്വയം അവകാശപ്പെടുന്നവർ തന്നെ നോട്ടീസ് അടിച്ചും സമൂഹ മാധ്യമങ്ങൾ വഴിയും സ്കൂളിന്റെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും നിജസ്ഥിതി പൊതുജനങ്ങൾ മനസ്സിലാക്കണമെന്നും PTA പ്രസിഡന്റ് KK രാജൻ, സ്കൂൾ പ്രധാന അധ്യാപകൻ രത്നകുമാർ തുടങ്ങിയ PTA ഭാരവാഹികൾ സംയുക്തമായി പ്രസ്താവനയിൽ അറിയിച്ചു. മരത്തങ്കോട് കിടങ്ങൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷവും ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞവും ഒക്ടോബർ 3 മുതൽ 13 തീയതി വരെ ആഘോഷിക്കും. വ്യാഴാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി പെരുമ്പുള്ളി നാരായണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കുന്നതോടെ ചടങ്ങിന് ആരംഭമാകും. തുടർന്ന് ആചാര്യവരണം, കലവറ നിറയ്ക്കൽ, ദേവി ഭാഗവത മാഹാത്മ്യ പാരായണവും പ്രഭാഷണവും നടക്കും. തുടർന്നുള്ള 9 ദിവസങ്ങളിൽ രാവിലെ മുതൽ ഗായത്രി സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ദേവി മാഹാത്മ്യ പാരായണം, തുടർന്ന് സമൂഹ പ്രാർത്ഥനയും ദേവി ഭാഗവത പാരായണവും, വൈകിട്ട് മഹാ ആരതിയും നാമപ്രദക്ഷിണം, സ്റ്റേജിന് കലാപരിപാടികളും നടക്കും. ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് യജ്ഞാചാര്യൻ പ്രസാദ് പുളിക്കൽ, യജ്ഞപൗരാണിക സുമംഗല്യ പട്ടാമ്പി എന്നിവർ നേതൃത്വം നൽകും. നവരാത്രി ആഘോഷത്തിനോടനുബന്ധിച്ച് കുട്ടികളെ എഴുത്തിനിരുത്തൽ ചടങ്ങിന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. കിടങ്ങൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് സുധാകരൻ കാണങ്ങോട്ട്, സെക്രട്ടറി സുരേഷ് പ്ലാക്കൂട്ടത്തിൽ, ട്രഷറർ പരമേശ്വരൻ നായർ, രക്ഷാധികാരി KK മണി കരിപ്പോട്ടിൽ, അച്ചുട്ടി കൊട്ടാരപ്പാട്ട്, KN ശശി എന്നിവർ നേതൃത്വം നൽകും. കിടങ്ങൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ 25-ൽ പരം വർഷങ്ങളായി നടന്നു വരുന്ന നവാഹ യജ്ഞവും നവരാത്രി ഉത്സവവും ഒക്ടോബർ 3 വൈകിട്ട് മുതൽ ഒക്ടോബർ 13 കൂടി നടത്തപ്പെടുന്നതാണ്. യജ്ഞാചാര്യൻ ശ്രീ തത്വരസികൻ പ്രസാദ് പുളിക്കൽ, ശ്രേഷ്ഠാചാര്യ ശ്രീ സുമംഗല പട്ടാമ്പി എന്നിവർ നയിക്കുന്നതാണ്. ദിവസം രാത്രി നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ദിവസം കലാപരിപാടികൾ ഉണ്ടാവും. കാലത്ത് പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് അന്നദാനം. എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കുക.
CCTV ന്യൂസ് വേലൂർ. കടവല്ലൂർ പഞ്ചായത്തിലെ മുല്ലപ്പള്ളി കുന്നിൽ മണ്ണെടുപ്പിനെതിരെ സംയുക്ത സമരസമിതി രൂപീകരിച്ചു. ക്രഷർ കോറി മാഫിയകൾ ഭൂരിഭാഗം നശിപ്പിച്ച മുല്ലപ്പള്ളി കുന്നിൽ നിന്ന് ഏത് വികസനത്തിന്റെ പേരിലായാലും മണ്ണെടുക്കാൻ അനുവദിക്കില്ലെന്ന് സമരസമിതി പ്രഖ്യാപിച്ചു. 150-ലധികം വീടുകളാണ് കുന്നിനോട് ചേർന്ന് താമസിക്കുന്നത്. ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഏത് സമരമാർഗവും സ്വീകരിക്കാനാണ് സമരസമിതി മുന്നോട്ടു പോകുന്നത്. സമരസമിതി രൂപീകരണ യോഗത്തിന് MR രാകേഷ് സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ ഗിരിജ പുത്തൻകുളം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാരിക ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി നേതാവ് MA കമറുദ്ദീൻ, കോൺഗ്രസ് നേതാവ് വിഘ്നേശ്വര പ്രസാദ്, CPM നേതാക്കളായ നമ്പീശൻ മാസ്റ്റർ, സജീവ് വലിയവളപ്പിൽ എന്നിവർ സംസാരിച്ചു. സമരസമിതി കൺവീനറായി നസറുദ്ദീൻ VM-നെയും ജോയിന്റ് കൺവീനറായി വിഘ്നേശ്വര പ്രസാദിനെയും ചെയർമാനായി സജീവ് വലിയവളപ്പിലിനെയും വൈസ് ചെയർമാനായി MA കമറുദ്ദീനെയും തെരഞ്ഞെടുത്തു. പെരുമ്പിലാവ് വാൾത്തറ മുല്ലപ്പള്ളി കുന്നിൽ ദേശീയപാത വികസനത്തിന്റെ മറവിൽ മണ്ണ് മാഫിയ ഇടിച്ചു നിരത്താനുള്ള ശ്രമം നാട്ടുകാരും SDPI പ്രവർത്തകരും ചേർന്ന് തടഞ്ഞു. 500ഓളം കുടുംബങ്ങളും സ്കൂളും ക്ഷേത്രവും പള്ളിയും നിലനിൽക്കുന്ന പ്രദേശത്തെ ഇല്ലാതാക്കാൻ പഞ്ചായത്ത് അധികൃതരും കൂട്ടുനിൽക്കുന്നുവെന്ന് SDPI കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി CK ഷറഫുദ്ദീൻ ആരോപിച്ചു. സദറുദ്ദീൻ തങ്ങൾ, AA അദ്നാൻ എന്നിവർ പങ്കെടുത്തു. ഇവിടെ എന്ത് വില കൊടുത്തിട്ടും ഈ കുന്നിടിക്കാൻ ഇവിടുത്തെ പ്രദേശവാസികളെ മുൻനിർത്തി സമ്മതിക്കുന്നല്ല. ഇവിടെ പഞ്ചായത്ത് അധികാരികളും പഞ്ചായത്തും ഒരു സൈഡിലൂടെ പോപ്പുലർ ക്രഷർ ലൈസൻസ് കൊടുക്കുകയും പാറ പൊട്ടിച്ച് കുന്നിന്റെ പകുതി ഭാഗം ഓൾറെഡി നശിച്ചു കഴിഞ്ഞു. മറുഭാഗത്ത് മണ്ണുള്ള ഭാഗത്ത് റോഡ് പണിയുടെ മറവിൽ കുന്ന് മൊത്തം പിടിച്ചു നടത്താനുള്ള ശ്രമം ജനങ്ങളെ മുൻനിർത്തിയിട്ട് SDPI തടയുന്നതാണ്. എന്ത് വില കൊടുത്തും ഇവിടെ തെരി മണ്ണെടുക്കാൻ സമ്മതിക്കുന്നതല്ല. കടവല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഭാഗികമായി വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. കടവല്ലൂർ ഇന്ദിരാജി വടക്കുമുറി റോഡിൽ ചേലക്കുളത്തിന് സമീപം ചൊവ്വാഴ്ച വൈകിട്ടാണ് അപകടം. വടക്കുമുറി ഭാഗത്തു നിന്ന് കടവല്ലൂരിലേക്ക് വന്നിരുന്ന കടവല്ലൂർ സ്വദേശി സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 4 നില കെട്ടിടത്തിന് ജില്ലാ പഞ്ചായത്ത് ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം ഒരുക്കി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കിഫ്ബി പണി പൂർത്തീകരിച്ച 4 നില കെട്ടിടത്തിന് അഗ്നിസുരക്ഷാ സംവിധാനമില്ലാത്തതിനാൽ ഫിറ്റ്നസ് ലഭിച്ചിരുന്നില്ല. ഇതുമൂലം കെട്ടിടത്തിലെ 17 ക്ലാസ് മുറികളിൽ അധ്യയനം തുടങ്ങാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. സ്കൂൾ PTA അഭ്യർത്ഥന പ്രകാരം ജില്ലാ പഞ്ചായത്ത് അംഗം വിഷയത്തിൽ ഇടപെടുകയും ജില്ലാ പഞ്ചായത്ത് 2 ഘട്ടങ്ങളിലായി 18.5 ലക്ഷം രൂപ വകയിരുത്തി പദ്ധതി പൂർത്തീകരിക്കുകയുമായിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് മെമ്പർമാരായ MK ജോസ്, KB ബബിത, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, SMC ചെയർമാൻ VS ശ്രീജൻ, MPTA പ്രസിഡന്റ് ഗിരിജ ശിവരാമൻ, പ്രിൻസിപ്പൽ JF സിൻഡ, പ്രധാന അധ്യാപിക ബീന C ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാലയത്തിലെ ഹൈസ്കൂൾ വിഭാഗം കെട്ടിടത്തിന് മുകളിൽ സോളാർ പാനൽ പ്ലാന്റ് സ്ഥാപിക്കുവാൻ ജില്ലാ പഞ്ചായത്ത് 4 ലക്ഷം രൂപ വകയിരുത്തിയതായും ജലീൽ ആദൂർ അറിയിച്ചു. CCTV ന്യൂസ് എരുമപ്പെട്ടി. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ 68ാം ശ്രാദ്ധാചരണത്തിന്റെ ഭാഗമായി അഖില കേരള ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ആടുപാതിരി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ നൃത്തത്തിലൂടെ ഏറെ പ്രശസ്തനായ അറണാട്ടുകര സെന്റ് തോമസ് ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് ചിറ്റിലപ്പള്ളി ചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്തു. പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ കൃപ CSC, അധ്യാപിക ജിനീഷ ജോൺ, TI റപ്പായി, പോൾ മണ്ടുമ്പാൽ, MV ഡൊമിനിക് തുടങ്ങിയവർ സംസാരിച്ചു. LP UP ഹൈസ്കൂൾ വിഭാഗങ്ങളായിട്ടായിരുന്നു മത്സരം. വ്യാഴാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയും തുടർന്ന് അഖണ്ഡ ബൈബിൾ പാരായണവും നടക്കും. ഒക്ടോബർ 13-നാണ് ശ്രാദ്ധദിനം. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഫാദർ അജിത് ചിറ്റിലപ്പള്ളി കുട്ടികൾക്കൊപ്പം വേദിയിൽ നൃത്തം വെച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ ആദ്യമായി 100% യൂസർ ഫീ പൂർത്തീകരിച്ചത് 13ാം വാർഡ്. പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ നിർവഹിച്ചു. കാഞ്ഞിരക്കോട് നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ, CDS മെമ്പർ, വാർഡിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവരെ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കുടുംബിൽ മുരളി, സുമന സുഗതൻ, ഷീജ സുരേഷ്, അംഗങ്ങളായ MK ജോസ്, NP അജയൻ, ES സുരേഷ്, PM സജി തുടങ്ങിയവർ സംസാരിച്ചു.
കൊമേഴ്സ് സർക്കിളിന്റെ 30ാമത് ജില്ലാതല പെയിന്റിംഗ് മത്സരം കുന്നംകുളം ബദനി സ്കൂളിൽ സംഘടിപ്പിച്ചു. കൊമേഴ്സ് പ്രസിഡന്റ് ജിജി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 70ൽ പരം സ്കൂളുകളിൽ നിന്നായി 1000ഓളം വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. ലേഡി കൊമേഴ്സ് നേതൃത്വത്തിൽ പുസ്തകമേളയും ഒരുക്കിയിരുന്നു. സെക്രട്ടറി സജു TC, കൺവീനർമാരായ രാകേഷ് രാജ്, അഡ്വക്കേറ്റ് ബാബു PB എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധങ്ങളിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടന്നു. ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന സന്ദേശവുമായി മാലിന്യമുക്ത നവകേരളത്തിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ജനകീയ ക്യാമ്പയിൻ മാലിന്യമുക്ത നവകേരളം പദ്ധതിക്കും ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ദിനാചരണത്തിൽ നഗരകേന്ദ്രത്തിൽ കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PI തോമസ് പതാക ഉയർത്തി. പ്രത്യേകം തയ്യാറാക്കിയ സ്മൃതി മണ്ഡപത്തിൽ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി. കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PI തോമസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, DCC സെക്രട്ടറിമാരായ CI ഇട്ടി മാത്യു, ബിജോയ് ബാബു, നേതാക്കളായ നെൽസൺ ഐപ്പ്, വാസു കോട്ടോൽ, CK ബാബു, ഗീവർ, ഗിരീഷ് കുമാർ, ജനപ്രതിനിധികളായ ബിജു C ബേബി, മിഷ സെബാസ്റ്റ്യൻ, മിനി മോൺസി തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിസരവും സ്കൂൾ പരിസരവും സ്കൂളിന് സമീപത്തെ പാതയോരത്തും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കുന്നംകുളം ബോയ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ. സ്കൂളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് പോലീസ് സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കിയത്. 40ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ മധു, വിജയരാജ്, നിഖിൽ, NSS ചുമതലയുള്ള അധ്യാപിക അരുണോദയ, ലീഡർമാരായ KP അനന്തകൃഷ്ണൻ, PS നവദേവ്, PV നിവേദ്യ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ഫിഷ് മാർക്കറ്റ് INTUC യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദിനാചരണം യൂണിയൻ പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി MM സലീം, PP ഷക്കീർ, ഷാജു ജോസ്, സുലൈമാൻ ആദൂർ, മുസ്തഫ, നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും നടന്നു. മണ്ഡലം പ്രസിഡന്റ് മിഷ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ ലബീബ് ഹസൻ, MS സുഗുണൻ, അഡ്വക്കേറ്റ് പിൽജോ വർഗീസ്, TS സുബ്രഹ്മണ്യൻ, CK ഷാജി, VM രാജേഷ്, ബൈജു കലായിൽ, സെബാസ്റ്റ്യൻ MT, സത്യഭാമ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരുമനിയൂർ ഇസ്ലാമിക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികൾ ശുചിത്വ റാലിയും തൈ വിതരണവും നടത്തി. ഒരുമനിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ബോട്ടിൽ ബൂത്ത് ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KH കയ്യിമു ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രവീന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ET ഫിലോമിന, ബ്ലോക്ക് മെമ്പർ ഷൈനി ഷാജി, മെമ്പർമാരായ ഹസീന അൻവർ, സിന്ധു അശോകൻ, നസീർ മുപ്പിൽ, ആരിഫ ജുഫൈർ, KJ ചാക്കോ എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രി പരിസരത്തെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചനയും ഗാന്ധി സ്മൃതി സദസ്സും നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV യൂസഫ് അലി അധ്യക്ഷനായി. മുൻ UDF കൺവീനർ K നവാസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ TH റഹീം, KS സന്ദീപ്, AK മുഹമ്മദ് അലി, നവാസ് തെക്കുംപുറം, ജമാൽ താമരത്ത്, ഷുക്കൂർ കോനാരത്ത്, അനിത ശിവൻ, KK ഹിരോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിറമനങ്ങാട് കോൺഗ്രസ് 116 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൂത്ത് പ്രസിഡന്റ് MK സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷറഫു പന്നിത്തടം മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് പ്രവർത്തകരായ TC രാമകൃഷ്ണൻ, VK ശശികുമാർ, PV ഹരിദാസ്, P മോഹനൻ, KM സുഭാഷ്, PB സുനീഷ്, US ഗോപിനാഥ്, രമേശ് എന്നിവരും പങ്കെടുത്തു. വിഷ്ണു ചിറമനങ്ങാട് നന്ദി പറഞ്ഞു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡ് കൂട്ടഞ്ചേരി സെന്റർ അംഗനവാടിയിൽ ഗാന്ധിജയന്തിയും വയോജന ക്ലബ് 1ാം വാർഷികവും ആഘോഷിച്ചു. വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി വർക്കർ VS സുജാത അധ്യക്ഷയായി. ചടങ്ങിൽ മുതിർന്ന പൗരൻ രാമൻ നെല്ലിക്കുന്നിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വയോജന ക്ലബ് പ്രസിഡന്റ് ചന്ദ്രിക, ആശാ വർക്കർ പ്രസീത എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. കടങ്ങോട് റോഡ് സെന്ററിൽ നടന്ന പരിപാടി മുതിർന്ന കോൺഗ്രസ് നേതാവ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട് അധ്യക്ഷനായി. UDF നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ K ഗോവിന്ദൻകുട്ടി, AV ദേവസി, അജു നെല്ലുവായി, KR രാധിക, ചന്ദ്രപ്രകാശ് ഇടമന, സെഫീന അസീസ്, അനിത വിൻസെന്റ്, MM നിഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ ഗാന്ധി സ്മൃതി സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി നേതൃത്വം നൽകിയ ഉപ്പു സത്യാഗ്രഹ സമരത്തിന്റെ ദൃശ്യാവിഷ്കാരവും ഗാന്ധി അനുസ്മരണവും കുട്ടികളുടെ വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു. കുട്ടികൾ തയ്യാറാക്കിയ ഗാന്ധി സന്ദേശങ്ങളും ചിത്രങ്ങളും പ്രദർശിപ്പിച്ചു. പ്രധാനാധ്യാപകൻ G ജോർജ്, അധ്യാപകരായ നിസ വർഗീസ്, KTCC, പോൾ ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി.
കോൺഗ്രസ് കണ്ടാണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെയും 15-16 ബൂത്ത് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. കൂനമുച്ചി സെന്ററിൽ DCC ജനറൽ സെക്രട്ടറി വി വേണുഗോപാൽ ഗാന്ധി സംഗമം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥിയായ ജീവൻ സോജൻ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ജെയ്സൺ ചാക്കോ, അഡ്വക്കേറ്റ് PV നിവാസ്, ജസ്റ്റിൻ കൂനമുച്ചി, MK അപ്പു, MM മൊയ്തീൻ, മറ്റം ക്ഷീരസംഘം പ്രസിഡന്റ് KS വാസു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെൽബിൻ മറ്റം, ഗ്രാമപഞ്ചായത്ത് അംഗം TO ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. വാഗ അയ്യപ്പൻ മാസ്റ്റർ വായനശാലയിൽ ഗാന്ധി സ്മൃതി ദിനം ആചരിച്ചു. വായനശാല അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് ശ്രീകുമാർ വാഗ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം തെളിയിച്ചു. സെക്രട്ടറി വിൽസൺ, വൈസ് പ്രസിഡന്റ് KP രാജു, T ബാലചന്ദ്രൻ, MR രജിതൻ, CT ഫ്രാൻസിസ്, ഷീല രാധാകൃഷ്ണൻ, ലൈബ്രറിയൻ സുമാ സുനിൽ എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം പ്രാവർത്തികമാക്കുന്നതിനുവേണ്ടി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. രാവിലെ കേച്ചേരി സെന്ററിൽ വെച്ച് നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PT ജോസ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ മുഖ്യാതിഥിയായി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന്ന, പഞ്ചായത്ത് സെക്രട്ടറി KE ഉണ്ണി എന്നിവർ സംസാരിച്ചു. ചടങ്ങിനെ തുടർന്ന് കേച്ചേരി സെന്ററും പരിസരവും ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, യുവജന സംഘടനാ പ്രവർത്തകർ, ട്രേഡ് യൂണിയൻ സംഘടനാ പ്രവർത്തകർ, സാംസ്കാരിക സംഘടനകൾ, യുവജന ക്ലബ്ബുകളിലെ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കാളികളായി. 24 കേരള ബറ്റാലിയൻ NCCയുടെ കീഴിലുള്ള മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി NCC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. സ്വച്ഛ് സേവാ പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയവും പരിസരവും വൃത്തിയാക്കി. മേജർ PJ സ്റ്റൈജു ശുചിത്വ ദിന സന്ദേശം നൽകി. കേഡറ്റുകളായ ജൂനിയർ അണ്ടർ ഓഫീസർ PM നന്ദകുമാർ, സർജന്റ് CU അശ്മിന, കോർപ്പറൽ TS അശ്വിൻ, ലാൻഡ് കോർപ്പറൽ KA ആദിത്, DJ ക്രിസ്റ്റീൻ എന്നിവർ നേതൃത്വം നൽകി. മാലിന്യമുക്ത നവകേരളത്തിനായി കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന ജനകീയ ക്യാമ്പയിനോടനുബന്ധിച്ച് കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ ആരോഗ്യ ശൃംഖല തീർത്ത് മാലിന്യമുക്ത നവകേരള പ്രതിജ്ഞ ചൊല്ലി. പരിസരത്തെ ശുചീകരിക്കുന്നതിനും പ്രകൃതിയെ സംരക്ഷിക്കാനും മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനും പുനർവ്യാപാരവും സുസ്ഥിരമായ ജീവിതശൈലികളും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി കൂട്ടുകാരെയും കുടുംബത്തെയും സമൂഹത്തെയും പ്രചോദിപ്പിക്കാനും സ്വയം മാലിന്യങ്ങൾ നിർമ്മിക്കാതെയും മറ്റുള്ളവരെ ബോധവൽക്കരിച്ച് ആരോഗ്യകരമായ മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കാനും വേണ്ടി വരും തലമുറയെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടിയാണ് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ആരോഗ്യ ശൃംഖല തീർത്തത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച ആരോഗ്യ ശൃംഖല എന്ന പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം PK അസീസ്, പഞ്ചായത്ത് സെക്രട്ടറി PM നരേന്ദ്രനാഥ്, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു C ജേക്കബ്, സ്കൂൾ അധ്യാപിക ബിന്ദു ലാസർ എന്നിവർ സംസാരിച്ചു. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് നിത ശ്രീനി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്തിലെ സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ഫ്രാൻസിസ് LP സ്കൂൾ, സെന്റ് മേരീസ് LP സ്കൂൾ, എക്സൽസിയർ LP സ്കൂൾ, NSUP സ്കൂൾ കണ്ടാണശ്ശേരി, സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂൾ, സെന്റ് ജോസഫ് LP സ്കൂൾ ആളൂർ തുടങ്ങിയ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ആരോഗ്യ ശൃംഖലയിൽ പങ്കാളികളായി. കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ദിനാചരണം മുതിർന്ന നേതാവും പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ യാവുട്ടി ചിറമനേങ്ങാട് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി അക്ബർ അലി, മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, MH നൌഷാദ്, വാർഡ് മെമ്പർ സൈബുനിസ ഷറഫു, പ്രസാദ് കടങ്ങോട്, PB ബിജു ആദൂർ, സുഭാഷ് KM, സുനിൽ ചിറമേനങ്ങാട്, IH റഫീഖ്, വിഷ്ണു, പ്രഭാകരൻ, മുഹമ്മദ് അലി, TC രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റുമാരും പ്രവർത്തകരും INTUC തൊഴിലാളികളും നേതൃത്വം നൽകി. മധുരവിതരണവും ഉണ്ടായി. മന്നലങ്ങുന്ന് GF UP സ്കൂളിൽ നടന്ന പരിപാടികൾ വാർഡ് മെമ്പർ അസീസ് മന്നലങ്ങുന്ന് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക സുനിത മേപ്രോത്ത് അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ ഗാന്ധി ദർശൻ ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ഗാന്ധി സ്മരണ പ്രഭാഷണവും വിദ്യാർത്ഥികളുടെ സ്കിറ്റും ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തി. PT അംഗം ഷാഹിന സക്കരിയ, റനീഷ ടീച്ചർ എന്നിവർ സംസാരിച്ചു. ക്ലബ് കൺവീനർ പ്രിൻസി ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ TK അനീസ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ഗാന്ധി മരം നടീലും നടന്നു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇരട്ടപ്പുഴ സ്വദേശി ഹബീബ ആരിഫിനെ ഗാന്ധി ജയന്തി ദിനത്തിൽ മഹാത്മാ കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. 49 സെക്കൻഡിൽ 28 സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനം, ഭാഷ എന്നിവ പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഈ കൊച്ചുമിടുക്കി ഇടം നേടിയത്. ഇരട്ടപ്പുഴ കാട്ടിൽ ജുമാ മസ്ജിദിന് സമീപം പാറാട്ടുവീട്ടിൽ ആരിഫിന്റെയും ഹസ്നയുടെയും മകളാണ് ഹബീബ ആരിഫ്. ഗുരുവായൂർ LF സ്കൂളിൽ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ക്ലബ് പ്രസിഡന്റ് നവീൻ മുണ്ടൻ മൊമന്റോ കൈമാറി.
ക്ലബ്ബ് രക്ഷാധികാരി നബീൽ തക്കൻ ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ കൈമാറി. ക്ലബ്ബ് പ്രസിഡന്റ് നിഹാദ്, വൈസ് പ്രസിഡന്റ് റംഷാദ്, ജോയിന്റ് സെക്രട്ടറി റിസാൽ, ട്രഷറർ റിസ്വാൻ, മറ്റ് ക്ലബ്ബ് അംഗങ്ങളും സംബന്ധിച്ചു. വടക്കേക്കാട് ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുക്കിലപ്പീടിക സെന്ററിൽ നടന്ന ഗാന്ധി സ്മൃതി വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VK ഫസലുല്ലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അജയ് കുമാർ വൈലേരി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹസൻ തെക്കേപ്പാട്ടയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അജ്മൽ വൈലത്തൂർ, വടക്കേക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഷ്റഫ് തറയിൽ, തെക്കുമുറി കുഞ്ഞുമുഹമ്മദ്, കുഞ്ഞുമൊയ്തു പറയങ്ങാട്ടിൽ, ഷക്കീർ അണ്ടിക്കോട്ടിൽ, അഷ്റഫ് പടിപ്പുര, അലിക്കോട്ടിലിങ്ങൽ, അഷ്റഫ് മരക്കാർ, അഖിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പുന്നയൂർകുളം മഹാത്മാ ചാരിറ്റബിൾ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ VK കമറുദ്ദീൻ ഷാ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ PP അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. DCC മെമ്പർ മൂത്തോടത്ത് മുഹമ്മദ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അബൂബക്കർ കുന്നൻകാട്ടയിൽ, സീനിയർ നേതാക്കളായ ആലുക്ക, റഷീദ്, ലിയാഖത്ത് പയ്യൂരിൽ, അലി കണ്ണത്തയിൽ, ടിപ്പു ആറ്റുപുറം, KP ധർമ്മൻ തുടങ്ങിയവർ അനുസ്മരണം നടത്തി. വടക്കേക്കാട് 1-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡ് പ്രസിഡന്റ് അഷ്റഫ് പടിപ്പുര ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. വാർഡിലെ മുതിർന്ന നേതാക്കളായ വൈലേരി ഗോപാലകൃഷ്ണൻ, അഷ്റഫ് മരക്കാർ, അലി പെരുമ്പള്ളി, അഷ്റഫ് തറയിൽ, ഫൈസൽ തടാകം, അഖിൽ കാഞ്ഞങ്ങാട്ട്, വാർഡ് സെക്രട്ടറി ഗോകുൽ കൃഷ്ണ എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് പുന്നയൂർ 1-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്നലങ്ങുന്ന് സെന്ററിൽ നടന്ന പരിപാടി ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് KK അക്ബറിന്റെ അധ്യക്ഷതയിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം AH ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് വടക്കേക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് യൂസഫ് തണ്ണിതുറക്കൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് TP പ്രജോഷ്, നിസാർ കിഴക്കൂട്ട് എന്നിവർ സംസാരിച്ചു. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ ഇടശ്ശേരി കൃഷ്ണൻ പാർട്ടി പതാക ഉയർത്തി. MM അഷ്കർ, നവാസ് കിഴക്കൂട്ട്, അബൂബക്കർ കിഴക്കൂട്ട്, KB ഇസ്മയിൽ, PA അഹമ്മദ്, ഷാബുജി, അലി വടക്കയിൽ എന്നിവർ നേതൃത്വം നൽകി. ഷാഹുൽ പള്ളത്ത് സ്വാഗതവും KA അക്ബർ നന്ദിയും പറഞ്ഞു. ചിറമനങ്ങാട് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വായനശാലയുടെ പരിസര പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വായനശാല പ്രസിഡന്റ് MK സുനിൽകുമാർ നേതൃത്വം നൽകി. തുടർന്നു നടന്ന ചടങ്ങിൽ വായനശാല മുൻ സെക്രട്ടറി ഗോവിന്ദൻ താഴത്തേപുരയ്ക്കൽ ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി. രാമകൃഷ്ണൻ, VK ശശികുമാർ, വിഷ്ണു, PV ഹരിദാസ്, P മോഹനൻ, KM സുഭാഷ്, P സുനീഷ്, US ഗോപിനാഥ്, രമേശ് എന്നിവരും പങ്കെടുത്തു. വെൽഫെയർ പാർട്ടി പെരുമ്പിലാവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡരികിലെ പാഴ്ശെടികൾ വെട്ടിമാറ്റി. കടങ്ങോട് അക്കിക്കൗ പാതയിലെ പുത്തൻകുളത്തെ സ്ഥിരം അപകട മേഖലയായ റോഡിനിരുവശവുമുള്ള പാഴ്ശെടികളാണ് വൃത്തിയാക്കിയത്. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് MH റഫീഖ് നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ടീം വെൽഫെയർ പഞ്ചായത്ത് ക്യാപ്റ്റൻ ഷബീർ അഹ്സൻ, മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ, ഫ്രറ്റേണിറ്റി മണ്ഡലം പ്രസിഡന്റ് ആദിൽ നിഷാദ്, പെരുമ്പിലാവ് യൂണിറ്റ് ഭാരവാഹികളും പങ്കെടുത്തു. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി സ്മൃതി സംഘവും പുഷ്പാർച്ചനയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. N രാധാകൃഷ്ണൻ മാസ്റ്റർ, KK മോഹൻ റോയ്, KB തമ്പി മാസ്റ്റർ, KA ജ്യോതിഷ്, P പ്രവീൺ കുമാർ, ബിജു കോലാടി, രേഖ ജയറാം തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PV ഉമ്മർ മൗലവി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി K ബാബുനാസർ, തൃത്താല നിയോജക മണ്ഡലം UDF ചെയർമാൻ TK സുനിൽകുമാർ, മുൻ മണ്ഡലം പ്രസിഡന്റ് AM ഷിഫീഖ്, പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടകമ്പൽ പഞ്ചായത്ത് ഐനൂർ വെസ്റ്റ് വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഗാന്ധിജയന്തി ദിനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വാർഡ് മെമ്പർ KT ഷാജൻ നേതൃത്വം നൽകി. കാട്ടകമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ നിർവഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, NK അബ്ദുൾ മജീദ്, VK മുഹമ്മദ്, ബിജു ജോബ്, ബിജോയ് B തോലത്ത്, TK പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിലെ രാമപുരം ഹെൽത്ത് സെന്ററിൽ ബാലസദസ്സ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം MS മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. CDS പ്രതിനിധി സുമ കുഞ്ഞിമോൻ അധ്യക്ഷത വഹിച്ചു. രബിക രഘു, നിഷ സജീവ് എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കടവല്ലൂർ യൂണിറ്റ് കടവല്ലൂർ പഞ്ചായത്തിലെ 14 വയോജനങ്ങൾക്ക് 1000 രൂപയും ഒരു പുതപ്പും സമ്മാനിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പ്രഭാത് മുല്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നിഷ അരേഗത്ത്, യൂണിറ്റ് പ്രസിഡന്റ് നീലകണ്ഠൻ നമ്പീശൻ, സെക്രട്ടറി CK സുലൈമാൻ, ബ്ലോക്ക് രക്ഷാധികാരി ഉണ്ണികൃഷ്ണ പണിക്കർ, ട്രഷറർ AM കറുപ്പുട്ടി, ശ്രീമതി ടീച്ചർ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി MD കോളേജ് നാഷണൽ കേഡറ്റ് കോർപ്സ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ കിണറും പരിസരവും ശുചീകരിച്ചു. കേഡറ്റുകളായ സ്പറാസ് മുഹമ്മദ്, അഭിനവ് KP, ഋത്വിക് ചന്ദ്രൻ, മുഹമ്മദ് തൻസീം, വിഷ്ണു AC, മുഹമ്മദ് അൻസിൽ എന്നിവർ പങ്കെടുത്തു.
ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ കീഴിലുള്ള കുന്നംകുളം ഉപജില്ലയിലെ ഗാന്ധി ദർശൻ സമിതിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര അഹിംസാ ദിനാചരണവും അധ്യാപക വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. 49 സ്കൂളുകളിൽ UP ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് 441 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കുട്ടികളുടെ ഉള്ളിൽ ഗാന്ധിജിയുടെ ദർശനങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ക്ലാസും ശേഷം പേപ്പർ പേന നിർമ്മാണ പരിശീലനവും നൽകി. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ തൃശൂർ ജില്ലാ വർക്കിംഗ് ചെയർമാൻ PK രാജൻ മാസ്റ്റർ സന്ദേശം നൽകി. കുന്നംകുളം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷയും PTA പ്രസിഡന്റുമായ പ്രിയ സജീഷ്, കൌൺസിലർ ബിജു CBB, HM ഇൻചാർജ് അനിൽ മാസ്റ്റർ, ഉപജില്ലാ കൺവീനർ TG ഷീബ, ജോയിന്റ് കൺവീനർ സിസ്റ്റർ ലിറ്റിൽ മേരി, ഉപജില്ലാ കോർഡിനേറ്റർ ലാർസൻ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു. 24 കേരള ബറ്റാലിയൻ തൃശൂർ NCCയുടെ നേതൃത്വത്തിൽ സ്വച്ഛതാ ഹി സേവ പരിപാടിയുടെ ഭാഗമായി തിരുവളന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളുമായി സഹകരിച്ച് മന്നലാങ്കുന്ന് ബീച്ചിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. പരിപാടി ലഫ്റ്റനന്റ് കേണൽ MT ബ്രിജേഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മെമ്പറും PTA പ്രസിഡന്റുമായ ബിജു പള്ളിക്കര അധ്യക്ഷത വഹിച്ചു. മേജർ PJ സ്റ്റേജു ശുചീകരണ പ്രവർത്തന സന്ദേശം നൽകി. തിരുവളന്നൂർ സ്കൂളിലെ NCC കേഡറ്റുകൾ പങ്കെടുത്തു. NCC ഓഫീസർ KS സുഖിൽ സംസാരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ പ്രചരണാർത്ഥം കൂട്ടയോട്ടവും സംഘടിപ്പിച്ചു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വാർഡ് മെമ്പർമാരും കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. സീനിയർ കേഡറ്റുകളായ സർജന്റ് നവദീപ് PM സ്വാഗതവും ദീക്ഷിക പ്രമോദ് നന്ദിയും പറഞ്ഞു. പുന്നയൂർകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും ഗാന്ധി സ്മൃതി സദസ്സും നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവും പുന്നയൂർകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ P ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PP ബാബു അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി M അലാവുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ ദേശരക്ഷാ പ്രതിജ്ഞ എടുത്തു. ജില്ലാ, ബ്ലോക്ക്, മണ്ഡലം നേതാക്കൾ സംബന്ധിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പുന്നയൂർ പഞ്ചായത്ത് 16-ാം വാർഡിൽ കാട്ടിലപ്പള്ളി കിഴക്ക് പാടം പരിസരത്ത് ശുചിത്വ പരിപാടി സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ബിൻസി റഫീഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മെമ്പർ കമറു ബോധവൽക്കരണം നടത്തി. സാനിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങളായ ഉമർ ഓളങ്ങാട്ട്, ഹുസൈൻ അകലാട്, അഷ്റഫ്, അംഗൻവാടി ടീച്ചർ ചന്ദ്രകല, തൊഴിലുറപ്പ് മേറ്റ് സീനത്ത്, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരും പങ്കെടുത്തു. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മന്നലാങ്കുന്ന് ബീച്ചിൽ സ്ഥാപിച്ച ബോട്ടിൽ ബൂത്ത് ഉദ്ഘാടനവും ഹരിത പഞ്ചായത്ത് പ്രഖ്യാപനവും നടത്തി. ബുധനാഴ്ച രാവിലെ മന്നലാങ്കുന്ന് ബീച്ചിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ബോട്ടിൽ ബൂത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് 2021 ജനുവരി 1 മുതൽ സർക്കാർ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ നിരോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുന്നയൂർ പഞ്ചായത്ത് പരിധിയിൽ നിരോധിത പ്ലാസ്റ്റിക്കുകൾ കർശനമായി നിരോധിച്ചു എന്ന പ്രഖ്യാപനവും പ്രസിഡന്റ് നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ വിശ്വനാഥൻ മാസ്റ്റർ, മെമ്പർമാരായ സെലീന നാസർ, അറഫാത്ത്, രജനി ടീച്ചർ, ഷൈബ ദിനേശൻ തുടങ്ങിയവരും ഹരിതകർമ്മസേനാംഗങ്ങളും പഞ്ചായത്ത് ജീവനക്കാരും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. വാർഡ് മെമ്പർ അസീസ് മന്നലാങ്കുന്ന് സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു നന്ദിയും പറഞ്ഞു. കുരഞ്ഞിയൂർ ADLP സ്കൂൾ കുരുന്നുകൾ അവതരിപ്പിച്ച മാലിന്യമുക്ത ഭാരത ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള സ്കിറ്റും ഉണ്ടായിരുന്നു. ഗാന്ധി ദർശൻ ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിഴക്കേനടയിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം നഗരസഭ അഗതി മന്ദിരവളപ്പിൽ ശുചീകരണം നടത്തി. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി മുഖ്യപ്രഭാഷണം നടത്തി. PC തോമസ്, ബദറുദ്ദീൻ ഗുരുവായൂർ, മോഹൻദാസ് ചേലനാട്, ഹക്കീം ഇമ്പാർക്ക്, സ്റ്റീഫൻ ജോസ്, CV അച്യുതൻ, ശ്രീധരൻ എടമിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി 2024 സംഘടിപ്പിച്ചു. ഒക്ടോബർ 2 മുതൽ 5 വരെ സംഘടിപ്പിക്കുന്ന വ്യത്യസ്ത പരിപാടികളുടെ ഉദ്ഘാടനം സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ M ബാലാജി നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി N തോമസ് അധ്യക്ഷനായി. കുന്നംകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ K മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ സെക്രട്ടറി മിഷ സെബാസ്റ്റ്യൻ, ശ്രീകൃഷ്ണ കോളേജ് NSS പ്രോഗ്രാം ഓഫീസർമാരായ സുരേഷ്, ഗായത്രി, പ്രകൃതി സംരക്ഷണ സംഘം യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് NM വിഷ്ണു, സെക്രട്ടറി അമൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ MS ആദിത്യൻ, മിഥുൻ, ജോജോ എന്നിവർ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ഗാന്ധി പ്രതിജ്ഞ ചൊല്ലി. ക്യാമ്പസ് അങ്കണത്തിൽ ഗാന്ധിമരം വെച്ചുപിടിപ്പിച്ചു. ഗാന്ധി സ്മൃതി ക്വിസ് മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനമായി വൃക്ഷത്തൈയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. നെഹ്റു യുവകേന്ദ്രയും നന്മ കലാകായിക സാംസ്കാരിക സമിതിയും സ്വച്ഛതാ ഹി സേവ പ്രവർത്തനങ്ങൾ നടത്തി. തൃശൂർ നെഹ്റു യുവകേന്ദ്രയുടെയും നന്മ കലാകായിക സാംസ്കാരിക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ബ്ലാങ്ങാട് സെന്റർ പരിസരം ശുചീകരിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം കടപ്പുറം പഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പറും നന്മ കലാകായിക സാംസ്കാരിക സമിതി ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് നിർവഹിച്ചു. നന്മ കലാകായിക സാംസ്കാരിക സമിതി പ്രസിഡന്റ് അക്ബർ PV പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ട്രഷറർ മുസ്തഫ, വൈസ് പ്രസിഡന്റ് ആരിഫ് KV, ജോയിന്റ് സെക്രട്ടറി ജഹാംഗീർ KV, ലൈബ്രറി പ്രസിഡന്റ് AP മുഹമ്മദ് ഷെരീഫ്, മുഹമ്മദ് ഇക്ബാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.
പോർക്കുളം ഗ്രാമപഞ്ചായത്തിലെ നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ നിർവഹിച്ചു. ശുചിത്വത്തിന്റെ ഗാന്ധിയൻ മാതൃക എല്ലാവരും നിത്യജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കോതക്കുളം തോട് നവീകരണം, ഗ്രാമപഞ്ചായത്തിലെ 10 ജംഗ്ഷനുകളിൽ സ്ഥാപിച്ച ബോട്ടിൽ കളക്ഷൻ ബൂത്തുകളുടെ ഉദ്ഘാടനവും പ്രസിഡന്റ് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PC കുഞ്ഞൻ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി മാലിന്യമുക്ത നവകേരളം പ്രതിജ്ഞ ചൊല്ലി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, ഗ്രാമപഞ്ചായത്ത് അംഗം KA ജ്യോതിഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിന് എല്ലാ വാർഡുകളിലും ബോട്ടിൽ ബൂത്തുകൾ വെച്ചതിന്റെ 100ാം ബോട്ടിൽ ബൂത്ത് ഉദ്ഘാടനം നടന്നു. വായനശാല പരിസരത്ത് നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് മെമ്പർമാരായ MC ഐജു, MK ജോസ്, ES സുരേഷ്, KB ബബിത, NP അജയൻ, സുധീഷ് പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. ചിറമനങ്ങാട് സിത്താര ക്ലബ്ബും തൊഴിലുറപ്പ് തൊഴിലാളികളും സംയുക്തമായി അംഗനവാടി റോഡ് പരിസരം വൃത്തിയാക്കി. 1ാം വാർഡ് മെമ്പർ രജിത ഷാജിയമ്മാട്ട്, സിത്താര ക്ലബ് അംഗങ്ങളായ ആസാദ്, അഭിനവ്, ശ്രീനാഥ്, അഭിനന്ദ്, കൃഷ്ണദാസ്, ഗൗതം എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും നടന്നത്. ഗാന്ധി ജയന്തിയുടെ ഭാഗമായി 18ാം വാർഡിലെ ബാലസദസ്സിലെ കുരുന്നുകളെ ചേർത്ത് രാഷ്ട്രപിതാവ് ബാപ്പുജിയുടെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന അറിവ് കുട്ടികൾക്ക് പകർന്നുകൊടുത്തു. 18ാം വാർഡ് മെമ്പർ സൈബുനിസ ഷർഫ് ബാലസഭയിലെ മുഴുവൻ കുട്ടികൾക്കും പഠനോപകരണങ്ങളും മധുരവും വിതരണം ചെയ്തു. കുന്നംകുളം നഗരസഭ മാലിന്യമുക്ത നവകേരളം പദ്ധതിക്ക് തുടക്കമായി നഗരസഭ തുറക്കുളം മാർക്കറ്റ്, അനുബന്ധ റോഡുകൾ എന്നിവ ജനപ്രതിനിധികൾ, മത്സ്യമാർക്കറ്റ് തൊഴിലാളികൾ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. കാന ശുചീകരണം, പ്ലാസ്റ്റിക്, അജൈവ മാലിന്യ ശേഖരണം ഇവയുടെ തരംതിരിക്കൽ എന്നിവയും ഇതിൻ്റെ ഭാഗമായി നടന്നു. 100ഓളം പേർ പങ്കെടുത്തു. 2025 മാർച്ച് 30 വരെയാണ് മാലിന്യമുക്ത നവകേരള പദ്ധതി നഗരസഭയിൽ നടപ്പിലാക്കുന്നത്. രാവിലെ 7 മുതൽ ശുചീകരണ പ്രവർത്തികൾ ആരംഭിച്ചു. തുടർന്ന് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഉദ്ഘാടനം ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പ്രതിജ്ഞ ചൊല്ലി നിർവഹിച്ചു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, പ്രിയ സജീഷ്, കൗൺസിലർമാരായ PV സജീവൻ, VK സുനിൽകുമാർ, മത്സ്യമാർക്കറ്റ് തൊഴിലാളി സംഘടനാ നേതാക്കളായ നൌഷാദ്, സുബേർ, മുഹമ്മദ് അലി, ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി P ജോൺ, HIമാരായ PI വിനോദ്, C രഞ്ജിത്ത്, JHIമാർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് നഗരത്തിലെ വിവിധ ഇടങ്ങളിലും ക്ലീൻ ഡ്രൈവ് നടന്നു. തൃശൂർ റോഡ്, ടൗൺ ഹാൾ പരിസരം, ഹെർബർട്ട് റോഡ് എന്നിവിടങ്ങളിൽ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ NSS വളണ്ടിയർമാർ, സ്കൂൾ സൗഹൃദ കൂട്ടായ്മ അംഗങ്ങൾ, ഇന്നർവീൽ ക്ലബ്ബ് ഭാരവാഹികൾ, ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗങ്ങൾ തുടങ്ങിയവർ ക്ലീൻ ഡ്രൈവിൽ പങ്കാളികളായി. തൃശൂർ റോഡിൽ കൗൺസിലർ ബിജു C ബേബി, ടൗൺ ഹാൾ പരിസരത്ത് കൗൺസിലർ മിനി മോൻസി എന്നിവർ ക്ലീൻ ഡ്രൈവ് ഉദ്ഘാടനം ചെയ്തു. 80ഓളം വിദ്യാർത്ഥികൾ രണ്ടിടത്തുമായി പങ്കെടുത്തു. ഗാന്ധി ജയന്തിയുടെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെൻ്ററായ ശ്രീ ശങ്കരാചാര്യ കുന്നംകുളം ബ്രാഞ്ചും നഗരസഭയും സംയുക്തമായി ശുചീകരണ പ്രവർത്തികൾ നടത്തി. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ മിനി മോൻസി അധ്യക്ഷയായി. നഗരസഭാ ഹെൽത്ത് JHI ഷീബ, ആറ്റ്ലി തുടങ്ങിയവർ സംസാരിച്ചു. ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി തൃശൂർ നെഹ്റു യുവകേന്ദ്ര നാഷണൽ സർവീസ് സ്കീമും തളിക്കുളം പഞ്ചായത്തും സംയുക്തമായി സ്നേഹതീരം ബീച്ചിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവ് നടത്തി. പഴഞ്ഞി MD കോളേജിലെ NSS വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുത്തു. MD കോളേജ് NSS പ്രോഗ്രാം കോർഡിനേറ്റർ അനീഷ രാംദാസ്, ഡോക്ടർ മഞ്ജുഷ KK എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി MD കോളേജിലെ 60ഓളം NSS വിദ്യാർത്ഥികൾ ക്ലീനിംഗ് ഡ്രൈവിൽ പങ്കെടുത്തു. ബീച്ചിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് നിർമ്മാർജ്ജനം ചെയ്തു. സ്നേഹതീരം പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന സന്ദേശമുയർത്തിയായിരുന്നു ശുചീകരണ പ്രവർത്തികൾ. ഗാന്ധി ജയന്തിയുടെ ഭാഗമായി ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം കുന്നംകുളം നഗരസഭ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി കുന്നംകുളം തൃശൂർ റോഡ് പരിസരം വൃത്തിയാക്കി. സ്കൂളിലെ സൗഹൃദ ക്ലബ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. 9 ചാക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇതിലൂടെ ശേഖരിക്കാൻ സാധിച്ചു. നഗരസഭാ കൗൺസിലർ ബിജു C ബേബി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ VB ശ്യാം, NSS പ്രോഗ്രാം ഓഫീസർ ശ്രീജ ശശിധർ, സൗഹൃദ ക്ലബ് കോർഡിനേറ്റർ UG സന്ധ്യ, വാർഡ് കൗൺസിലർ ലബീബ് ഹസൻ, ക്ലീൻ സിറ്റി മാനേജർ ആഡ്ലി, SM ഷീബ തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള കർമ്മപരിപാടികൾക്ക് വേലൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. വേലൂർ പള്ളിക്കുളം സൊസൈറ്റി പ്രദേശത്തു നിന്നും വേലൂർ പോസ്റ്റ് ഓഫീസ് വരെ ശുചീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് TR ഷോബി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർമാരായ ജോയ്സി F, ശുഭാനിൽ കുമാർ, ബിന്ദു ശർമ്മ, സൈമൺ CD, വിജിനി ഗോപി, ഹരിതകർമ്മസേനാംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ശുചിത്വം നോഡൽ ഓഫീസർ VEO ദീപ S പ്രതിജ്ഞ ചൊല്ലി. ഹെൽത്ത് ഇൻസ്പെക്ടർ ഫാറൂഖ് സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു TP നന്ദിയും പറഞ്ഞു.
ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വേലൂർ ഗ്രാമപഞ്ചായത്ത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപക് കുമാർ സംവിധാനം ചെയ്ത സ്കിറ്റ് പ്രദർശനം നടത്തി. ചടങ്ങിൽ അവതരിപ്പിച്ച കുടുംബശ്രീ മുദ്രഗീതത്തിന്റെ ദൃശ്യാവിഷ്കരണം ശ്രദ്ധയാകർഷിച്ചു. പാത്രമംഗലം തോന്നലൂർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഗാന്ധി ജയന്തി അനുമോദന ചടങ്ങ് നാഷണൽ അബാക്കസ് മത്സരത്തിൽ പങ്കെടുത്ത് ഇന്റർനാഷണൽ തലത്തിലേക്ക് യോഗ്യത നേടിയ ആദിദേവ്, ആദിത്യൻ, ആര്യലക്ഷ്മി എന്നീ കുട്ടികളെയും മുരളിക ട്രസ്റ്റ് നടത്തിയ അഖില കേരള കവിതാലാപന മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ ഭദ്ര പുതുമനെയും ആദരിച്ചു. വായനശാല പ്രസിഡന്റ് MP പ്രകാശൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗവും ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗവുമായ ജലീൽ ആദൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ കർമ്മല ജോൺസൺ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. വായനശാല സെക്രട്ടറി ശ്രീദേവി ടീച്ചർ സ്വാഗതവും ലൈബ്രറിയൻ V രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. വായനശാല എക്സിക്യൂട്ടീവ് അംഗവും വെള്ളാട്ടന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ വേണു മാസ്റ്റർ ആശംസകൾ നേർന്നു. ചൂണ്ടൽ പഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പ്രസംഗ മത്സരം, ഉപന്യാസം, ക്വിസ് തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരങ്ങൾ ഒരുക്കിയത്. വ്യത്യസ്ത വിഭാഗങ്ങളായി നടന്ന മത്സരങ്ങളിൽ പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഓരോ വിദ്യാലയങ്ങളിൽ നിന്നും ഓരോ ബ്രാൻഡ് അംബാസിഡർമാരെയും തെരഞ്ഞെടുത്തു. മാലിന്യമുക്തമായ വിദ്യാലയ പരിസരം ഒരുക്കാനായി കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മാന വിതരണ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PT ജോസ് അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ ജൂലറ്റ് വിനു, സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി KE ഉണ്ണി, ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ജിഷ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യവകുപ്പ് ജീവനക്കാർ, സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. എൻ്റെ നാട് എൻ്റെ സുന്ദരദേശം എന്ന ആശയവുമായി മാലിന്യമുക്ത കേരളത്തിനായുള്ള ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാനതല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ചാവക്കാട് നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ തൃശൂർ ജില്ലാതല പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ നന്മ സാംസ്കാരിക വേദിയുടെ സന്നദ്ധ പ്രവർത്തകരുടെ സഹകരണത്തോടെ ചാവക്കാട് ബീച്ചും കുട്ടികളുടെ പാർക്കും വൃത്തിയാക്കി. നന്മ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാലമുരളി VH അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VV ഹാപ്പി, സംസ്ഥാന കമ്മിറ്റി അംഗം PK അബ്ദുൾ മനാഫ്, ജില്ലാ സെക്രട്ടറി VJ മെർലി, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി MK, സെക്രട്ടേറിയറ്റ് അംഗം P ധനുഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപകുമാർ TV, ജോയിന്റ് സെക്രട്ടറിമാരായ AM നൌഷാദ്, വിജിമോൾ TG, ട്രഷറർ VR സുജീഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV പ്രസാദ്, വനിതാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി നിത, മേഖലാ സെക്രട്ടറി നൌഷാദ്, പ്രസിഡന്റ് ലിൻഡ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ചാവക്കാട് നഗരസഭാതല ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ച ചടങ്ങിന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം സ്വാഗതം ആശംസിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ AV, മുൻ ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ MR രാധാകൃഷ്ണൻ, നഗരസഭാ കൗൺസിലർ ഫൈസൽ കാനാമ്പുള്ളി, വ്യാപാരി വ്യവസായി പ്രതിനിധി സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. നഗരസഭ യൂത്ത് കോർഡിനേറ്റർ ജാബിർ KU പ്രതിജ്ഞ ചൊല്ലി. നഗരസഭ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷമീർ M, കൗൺസിലർമാർ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, നഗരസഭാ ജീവനക്കാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, MRRM സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ എന്നിവരും ചേർന്ന് ചാവക്കാട് ടൗൺ പരിസരത്ത് ജനകീയ ശുചീകരണ യജ്ഞവും നടത്തി. കടങ്ങോട് പഞ്ചായത്തിലെ വാർഡ് 18 കുടുംബശ്രീ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ബാലസദസ്സ് സംഘടിപ്പിച്ചു. ബാലസദസ്സ് പ്രസിഡന്റ് അൽഷിഫ അധ്യക്ഷത വഹിച്ചു. ബാലസദസ്സ് സെക്രട്ടറി ജുമാൻ സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ സൈബുനിസ ഷറഫ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. CDS സിന്ധു, ഷാജൻ, ഷഹനജ, ബീന, ഷെബീന തുടങ്ങിയവർ നേതൃത്വം നൽകി. ചടങ്ങിൽ കലാകായിക സാംസ്കാരിക രംഗത്ത് കഴിവ് തെളിയിച്ച കുരുന്നുകളെ ആദരിച്ചു. അമ്മു, സൗമ്യ, അജിത, ജയ എന്നിവർ പങ്കെടുത്തു. കുടുംബശ്രീ പ്രസിഡന്റ് ദീപ നന്ദി പറഞ്ഞു. അധികാര കേന്ദ്രീകരണത്തിലൂടെ ഇടതുഭരണം ഫാസിസത്തിലേക്ക് നീങ്ങുകയാണെന്ന് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ജില്ലാ കമ്മിറ്റി നടത്തിയ ഫാസിസ വിരുദ്ധ സദസ്സ് അഭിപ്രായപ്പെട്ടു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അജിതൻ മേനോത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ചെയർമാൻ പ്രൊഫസർ VA വർഗീസ് അധ്യക്ഷനായി. അഖിലേഷ് നായർ, പ്രൊഫസർ US മോഹനൻ, VK ജയരാജൻ, VM രാജേഷ്, ശശിധരൻ വയലത്തൂർ, KPR പ്രസന്നൻ, അബിൻ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി വടക്കേക്കാട് പഞ്ചായത്ത് തല ശുചീകരണ പ്രവർത്തനം നടത്തി. പ്രസിഡന്റ് അബിൽ MK ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രുക്മ്യ സുധീർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ബീന സുരേന്ദ്രൻ, സരസ്വതി, ശോഭ, ഹഫിയ മോൾ, പ്രീതി ബാബു, ഷിജില എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി ഫ്രെഡി, ജയജയമാരായ അൻവർ, അജിത എന്നിവർ പങ്കെടുത്തു. VO രഘുനാഥൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. MG അനാർജ തൊഴിലാളികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു.
സഹകരണ വകുപ്പ് കുന്നുകുളം താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫീസ് ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് 3:30 കുന്നുകുളം അർബൻ സഹകരണ സംഘം ഹെഡ് ഓഫീസിൽ AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയാകും. ചിറമനങ്ങാട് ശിവശക്തി പുരാഘോഷ കമ്മിറ്റി നടത്തുന്ന ന്യൂ ഇയർ സമ്മാന നറുക്കെടുപ്പ് കൂപ്പൺ പ്രകാശനവും ആദ്യ വിതരണവും പാലഞ്ചേരി ശിവക്ഷേത്ര പരിസരത്ത് നടന്നു. ശിവശക്തി കമ്മിറ്റി പ്രസിഡന്റ് MK സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ കുന്നമ്പത്തുകാവ് ക്ഷേത്ര സമിതി സെക്രട്ടറി ചന്ദ്രശേഖരൻ നായർ കൈനാട്ട് കൂപ്പൺ പ്രകാശനം നിർവഹിച്ചു. ആദ്യ വിൽപ്പന പാലഞ്ചേരി ക്ഷേത്ര സമിതി സെക്രട്ടറി CM രാധാകൃഷ്ണൻ നിർവഹിച്ചു. VK ശശികുമാർ, VD ഗോപകുമാർ, PV ഹരിദാസ്, P മോഹനൻ, അനിയൻ നായർ, ജിത്തു K പ്രസാദ് എന്നിവർ സംസാരിച്ചു. 2025 ജനുവരി 12-നാണ് നറുക്കെടുപ്പ്. കേരള സ്റ്റേറ്റ് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ 56-ാം വാർഷികവും പെരുമ്പടപ്പ് ബ്ലോക്ക് സമ്മേളനവും നടന്നു. ഏരമംഗലം വനിതാ സൊസൈറ്റി കോൺഫറൻസ് ഹാൾ കലാം നഗറിൽ നടത്തിയ ചടങ്ങ് ജില്ലാ കമ്മിറ്റി അംഗം OV കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അൻവർ മാറഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി OV താഹിർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. താലൂക്ക് പ്രസിഡന്റ് ഹംസ പന്താവൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. നൌഫൽ പാറ, ഉസ്മാൻ, ഹംസു, രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ഫിറോസ് ചമ്മന്നർ സ്വാഗതവും സിദ്ധു ഇമേജ് നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് V ഹനീഫ ചങ്ങരംകുളം, സെക്രട്ടറി അനീഷ് മാറഞ്ചേരി, ട്രഷറർ ബൈജു എരമംഗലം എന്നിവരെ തെരഞ്ഞെടുത്തു. മിക്ക ബിനാമി ഷോപ്പുകളും മലയാളികളില്ല ഉണ്ടോ? ആദ്യ സംസ്ഥാന തൊഴിലാളികൾ, ആ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്താണോ അവർക്കൊന്നും അറിയില്ല. ഒരു മലയാളി വരാൻ ചാർജ് വെച്ചിട്ട് ബോർഡ് വെച്ചിട്ട് നമ്മുടെ മെമ്പർഷിപ്പ് ഉണ്ടോ? ആ പൈൽ ബോർഡുണ്ടോ? ആ ബോർഡ് വെച്ചിട്ട് ചാർജ് എന്താ കുറച്ച് പഠിക്കുന്ന ആൾക്കാരല്ലേ. ചർമ്മം എരുമപ്പെട്ടി കുട്ടഞ്ചേരി കർണങ്കോട്ട് മാധവൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. കാർത്തിയാനി ഭാര്യയും ഉണ്ണികൃഷ്ണൻ, രാമകൃഷ്ണൻ, ഷീജ എന്നിവർ മക്കളുമാണ്. സംസ്കാരം വ്യാഴാഴ്ച നടക്കും. കുന്നകുളം ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡിൽ പത്തായപുരക്കൽ താമിക്കുട്ടി മകൻ കോതക്കുട്ടി നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച കാലത്ത് 9 മണിക്ക് ഷൊർണൂർ ശാന്തിതീരത്ത് നടക്കും. തങ്കഭാര്യയാണ്. ജയൻ, രഘു, ഗിരീഷ്, ഗിരിജ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. രാഷ്ട്രപിതാവ് മഹാത്മാവിനെ അനുസ്മരിച്ച് നാട്. സ്വജീവിതം കൊണ്ട് സത്യത്തിൻ്റെയും അഹിംസയുടെയും സർവ്വനന്മകളുടെയും സന്ദേശവാഹകനായി ലോകത്തിനു മുൻപിൽ സ്വയം അടയാളപ്പെടുത്തിയ ഗാന്ധിയുടെ ജന്മദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ നാട് ആഘോഷിച്ചു. ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന സന്ദേശവുമായി മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന് ഗാന്ധി ജയന്തി ദിനത്തിൽ സംസ്ഥാനത്ത് തുടക്കം. നാടെങ്ങും ശുചീകരണ പ്രവർത്തികൾ നടന്നു. പൊതുയിടങ്ങൾ മാലിന്യമുക്തമാക്കാൻ വിവിധയിടങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളോടെ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ തുടരും. പ്രസിദ്ധമായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പെരുന്നാൾ ആഘോഷത്തിന് വർണ്ണാഭമായ തുടക്കം. ആയിരങ്ങളാണ് മുത്തപ്പന്റെ അനുഗ്രഹം തേടി പഴഞ്ഞിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ആവേശം തീർത്ത് മിനി പെരുന്നാൾ ആഘോഷവും ഗജസംഗമവും. CCTV പ്രാദേശികം ചാനലിലൂടെ പെരുന്നാൾ ആഘോഷം തത്സമയം ആസ്വദിക്കാം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.